നമസ്തേ, ഞാൻ ഡോക്ടർ ദീപ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് വെച്ചാൽ എരണ്ട തൈലത്തിനെ കുറിച്ചിട്ടാണ്, കാസ്റ്റർ ഓയിൽ. അപ്പോൾ ഇതിൻ്റെ യൂസസ് എന്തൊക്കെയാണ്, ആർക്കൊക്കെ ഉപയോഗിക്കാൻ പാടില്ല, അതാണ് ഇന്നത്തെ ടോപ്പിക്കിൽ പറയുന്നത്. മെയിനായിട്ട് എല്ലാ തരത്തിലുള്ള വേദനകൾക്കും ഇത് ഒരു വേദന സംഹാരി തന്നെയാണ്. അതായത് ഷോൾഡർ പെയിൻ ആയിക്കോട്ടെ, നെക്ക് പെയിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സയാറ്റിക്കയുടെ പെയിനോ മുട്ടുവേദനയോ എന്ത് വേദന ഉണ്ടെങ്കിലും, സ്റ്റിഫ്നെസ് ഉണ്ടെങ്കിലും നമുക്ക് എക്സ്റ്റേണലി ഇത് അപ്ലൈ ചെയ്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് വേദന നമുക്ക് മാറിക്കിട്ടും. ജോയിൻറ്റ് പെയിൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡീജനറേറ്റീവ് ചേഞ്ചസ് കൊണ്ടുവരുന്ന ബുദ്ധിമുട്ടുകളായാലും നമുക്കിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാറ്റം കിട്ടും. പിന്നെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ക്ലെൻസറാണ്, നാച്ചുറൽ ലാക്സേറ്റീവ് ആണ്. അപ്പോൾ നാച്ചുറൽ ക്ലെൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഓരോ സെൽസിൻ്റെ അകത്തും പോയിട്ട് അവിടുത്തെ ടോക്സിൻസ് മാറ്റാൻ വേണ്ടി ഹെൽപ്ഫുള്ളാണ്. പിന്നെ നാച്ചുറൽ ലാക്സേറ്റീവ്, അതായത് ഇത് ഒരു 5 ml മുതൽ 20 ml വരെ കാലത്ത് എഴുന്നേറ്റ് കഴിക്കുകയാണെങ്കിൽ മലം നന്നായിട്ട് ഇളകി പോവും. അതായത് ഒരു മാസത്തിലൊരിക്കലോ 2 പ്രാവശ്യമായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ നല്ലതായിരിക്കും. നമ്മുടെ ബോഡിയിൽ നിന്ന് നമ്മുടെ ടോക്സിൻസ് എല്ലാം പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇടയ്ക്ക് വയറിളക്കുന്ന ശീലം പണ്ട് കാലങ്ങളിലുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് ഒട്ടും തന്നെ ഇല്ല. അത് ചെയ്യാനായിട്ട് ഏറ്റവും ഹെൽപ്ഫുള്ളാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഒരു മോയ്സ്ചറൈസറായിട്ട് ഇത് ആക്ട് ചെയ്യും. അതായത് ഭയങ്കര ഡ്രൈ സ്കിന്നുള്ളവരിൽ ഇത് തേച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അവിടുത്തെ ആ ഡ്രൈനെസ് കുറയുകയും ചെയ്യും. ഈ ഡ്രൈനെസ് കൊണ്ടുണ്ടാകുന്ന ഇച്ചിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫംഗൽ ഇൻഫെക്ഷൻസോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഇത് വളരെ നല്ലതാണ്. പിന്നെ ചെറിയ കുട്ടികളിൽ വല്ല കോൺസ്റ്റിപ്പേഷൻ്റെ വല്ല ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അകത്തേക്കൊന്നും കൊടുക്കാൻ പറ്റില്ല നമുക്ക് ഈ മെഡിസിൻ. അപ്പോൾ നമ്മൾ പൊക്കിളിൻ്റെ അവിടെ, നേവലിൻ്റെ അവിടെ കുറച്ച് തേച്ച് കൊടുക്കുക, അല്ലെങ്കിൽ മലദ്വാരത്തിൻ്റെ അവിടെ ഒന്ന് തേച്ച് കൊടുക്കുക ചെയ്യുകയാണെങ്കിൽ അത് മോഷൻ ക്ലിയർ ആവാനുള്ള ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു വഴിയാണ്. പിന്നെ അതുപോലെ പല ആൾക്കാരിലും മുടിക്ക് വേണ്ടിയിട്ട്, ഹെയറിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു റെമഡിയാണ് മുടിയിലുണ്ടാവുന്ന ഡ്രൈനെസ്, സ്കാൽപ്പിലുണ്ടാവുന്ന ഇച്ചിങ്, അതുപോലെ ഡാൻഡ്രഫിൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ മുടി ഭയങ്കര റഫാണ്, അല്ലെങ്കിൽ മുടിക്ക് ഉള്ളില്ല, പിന്നെ സ്പ്ലിറ്റ് എൻഡ്സ്, ഇതിന് എല്ലാത്തിനും നമ്മൾ ഇത് ഡയറക്റ്റായിട്ടല്ല, ചെറുതായിട്ട് വെളിച്ചെണ്ണയുടെ കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി, ഇൻഡയറക്റ്റായിട്ട് ചൂടാക്കിയിട്ട്, അതായത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് അതിൽ ഈ നമ്മുടെ വെളിച്ചെണ്ണയും എരണ്ട തൈലവും കൂടി മിക്സ് ചെയ്തിട്ട് അതൊരു പാത്രത്തിൽ, ചെറിയ പാത്രത്തിൽ അതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അത് തേക്കുന്നത് വളരെ എഫക്റ്റീവാണ്. പിന്നെ ചില ആൾക്കാരിൽ നമ്മൾ കാണാറുണ്ട് പുരികത്തിന് കട്ടിയില്ല, മീശയില്ല, താടിയില്ല, അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് വേറെ ഏതെങ്കിലും എണ്ണയുടെ കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തേച്ച് കഴിഞ്ഞാൽ 2-3 മാസം കൊണ്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് നന്നായിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ വേർമിസൈഡാണ്, അതായത് നമുക്ക് വല്ല വയറിൽ പുഴു അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും എല്ലാം ഇത് വളരെ എഫക്റ്റീവാണ്. ഡൈജസ്റ്റീവിൻ്റെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അത് നല്ലതാണ്. പിന്നെ പീരിയഡ്സിൻ്റെ സമയത്ത് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതായത് വേദനയോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിനും കൂടി ഹെൽപ്ഫുള്ളാണ്. പിന്നെ അതേപോലെ ഇത് ആരാണ് കഴിക്കാൻ പാടാത്തത് എന്നുള്ളതുണ്ടെങ്കിൽ നമുക്ക് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് ഇത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മുടെ വൂണ്ട് ഹീലിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ബോഡിയിലുണ്ടാവുന്ന ഇതിന് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനെക്കുറിച്ചിട്ട്, എരണ്ട തൈലത്തിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.